ഒരുപാട് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്തോ എനിക്ക് ഫസ്റ്റ് ഒരു ട്വിസ്റ്റ്, അതായത് ഒരു ഫസ്റ്റ് നമ്മുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് കൊള്ളായിരുന്നു. അവസാനത്തെ ഒരു ക്ലൈമാക്സിൻ്റെ സംഭവം എനിക്ക് എന്തോ അത്ര ദഹിച്ചിട്ടില്ല. എന്തോ അത് സ്വന്തം മോളെയൊക്കെ ഒരാൾ എന്തോ അത് എനിക്ക് എന്തോ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഫൈനൽ വന്നിട്ട് എന്തോ എനിക്കെന്തോ അത്ര അതായത് തോന്നിയില്ല. ഓക്കെയാണ്, ബാക്കി ഓക്കെ. നല്ല ഫിലിമാണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റും ഒരു ഇമോഷണൽ ടച്ചൊക്കെ ഉള്ള, എനിക്കൊന്ന് മുമ്പത്തെ ഫിലിമിനേക്കാൾ കൂടുതൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് സിനിമ. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈ മറ്റ് സീക്വൻസിനെ പോലെ അവരിങ്ങനെ വലിച്ചഴക്കുന്ന പരിപാടിയൊന്നുമില്ല. കറക്റ്റാണ്. 2.5 മണിക്കൂറിനുള്ളിൽ നല്ലൊരു കഥ തന്നെ. പൊളിപ്പടം. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് വാച്ച് എപ്പോഴും പറയുന്ന പോലെ ദിവസവും പറയുമല്ലോ, ദൃശ്യം ഒരു സാധാരണ പടമാണ്. സാധാരണ പടം തന്നെയാണ്. ദൃശ്യം പവറുണ്ട്, ഉറപ്പാണ്. സീരിയസ്ലി തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ബിഗ് ഡാഡീസ് ലീഗാണ്. ഫുള്ളും ക്രിമിനൽസ് അതിനകത്ത്, എല്ലാ ക്രിമിനൽസാ ഹെവി പോകും. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോകുന്നൊരു പേടിയുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ക്രിമിനൽ മൈൻഡ്സെറ്റ് ഡാഡീസ് ഹോം ലാലേട്ടൻ്റെ ഡാഡീസ് ഹോം. വേറെ ലെവൽ. ഫസ്റ്റ് സെക്കൻഡ് അതിന് മേലെ. സൂപ്പർ മൂവി. ലാൽ മാജിക്. കുഴപ്പമില്ല, ഫസ്റ്റ് സെക്കൻഡ് അത്ര ഒന്നും പോരാ. കുഴപ്പമില്ല. തിയേറ്ററിൽ ലാലേട്ടൻ കത്തിച്ച് കൊള്ളാം കൊള്ളാം. നല്ല പടം. നല്ല പടം എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്ന സീക്വൽസിൽ മലയാളത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത ഒരു സീക്വലാണ് ക്രിമിനൽ പടം. അതായത് കണ്ടിരിക്കുന്ന നമ്മളുടെ തന്നെ മൈൻഡ് ഒരുമാതിരി ആക്കി സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് ഒക്കെ ഇതുവരെ കാണാത്ത ഒരു ലാലേട്ടനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് വന്ന് കാണണം. പക്കാ സാധനം. ക്ലൈമാക്സ് ഇൻട്രോയിലുള്ള സൂപ്പർ. ഒന്നും പാടില്ല, ഒരു രക്ഷയില്ല. ഇതിൽ നമ്മുടെ കണ്ണെളുപ്പില്ല. കാരണം ഇതിന് മുമ്പുള്ള ജിദ്ദോസിനോട് നിരാശ കണ്ടപ്പോൾ ഞാൻ വെച്ചിട്ട് ദൃശ്യം പുള്ളി എനിക്ക് ചെയ്ത് കുറവാക്കും, വെറുതെ ചുമ്മാ പൈസ ഉണ്ടാക്കാനാണ്. പക്ഷേ അതിൻ്റെ കിട്ടില്ല. പുള്ളി എങ്ങനെ ചിന്തിച്ചെടുക്കുന്ന എനിക്ക് മനസ്സിലായി. അസാധ്യ തോട്ട് അത് പെർഫെക്റ്റ്. 1, 2 ഏത് ലെവലാണ്. അതിന് ഒരു പടി പോയി കിട്ടില്ല ഡയറക്ഷൻ, കിട്ടില്ല സ്ക്രിപ്റ്റ്. നമ്മൾ കണ്ണ് തള്ളിപ്പോയി. ആ രീതിയിലാണ് പഴയ ഫ്രാഞ്ചൈസിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ലാലേട്ടൻ്റെ അസാധ്യ പെർഫോമൻസ്. ഇമോഷൻ ആവുന്നത് ഇമോഷണൽ, സീരിയസ് ആവുന്നത് സീരിയസ്. ലാലേട്ടനെ പറ്റി പറയാൻ മാറില്ല. ഈ ബർത്ത്ഡേക്ക് പെർഫെക്റ്റ് ഗിഫ്റ്റാണ് ലാലേട്ടൻ്റെ ഫാൻസിനായാലും സിനിമാസുകൾക്ക്. എന്നാൽ ദൃശ്യം ഇമ്പാക്ട് മലയാള സിനിമ അടുത്ത മൈൽ സ്റ്റോണാണ്. ഇൻഡസ്ട്രിയിട്ട് പറ്റുന്ന ആ ലെവൽ എൻഡിങ്, ആ ലെവൽ ഇൻട്രോ, ആ ലെവൽ ട്വിസ്റ്റ്, ആ ലെവൽ നറേഷൻ. ദൃശ്യം ഒരു ചെറിയൊരു തിരിയിട്ടിട്ടാണ് ജിത്തു പോയി. അതും വന്നു കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഇൻഡസ്ട്രിയിട്ട് പക്ക. ഇടു മൂവി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ്. വളരെ നല്ലത്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ തന്നെ പോയിട്ട് വളരെ നൈസായിട്ടുണ്ട്. അത്യാവശ്യം സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ സമ്മാനം അടിപൊളിയായിട്ടുണ്ട്. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പടം. പിന്നെ 1 and 2 ആയിട്ട് വലിയ രീതിയിൽ കമ്പാരിസണിൽ വരണ്ട. കാരണം ആ ഒരു എൻഗേജ് ഫാക്ടർ കുറച്ചൊരു കുറവുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഇൻ്റർമിഷൻ എല്ലാം നൈസായിട്ടുണ്ട്. പടം കത്തും. 200 കോടി എന്തായാലും ഉറപ്പാണ്. ലോക്കേനെ വെട്ടിക്കുകയോ ലോക്കാക്കുകയോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അടിപൊളിയാണ്. പടം കൊള്ളാം, പടം കൊള്ളാം. പടം തൂക്കി. നമുക്കിന്ന് ദൃശ്യം 4ലേക്ക് വെയിറ്റ് ചെയ്യാം. ഇടം നിറയോ? നല്ല പടം, നല്ല പടം. നല്ല പറയാനോ? നല്ല പടം, നല്ല പടം. നല്ല സിനിമ. മോഹൻലാൽ നിറഞ്ഞാൽ
ട്വിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇമോഷണലായിട്ട് നല്ല മൂവിയാണ്, എൻഗേജ് ചെയ്യാം. നല്ല പടം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല പടത്തിൽ, അത്രയ്ക്ക് അമ്മാരിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മാരി നല്ല സിനിമയായിരുന്നു.